ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഇൻഡെക്സ് നമ്പേഴ്സ് ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്റർ ആണ്. ഒരു എക്സാമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തൊരു എക്സാമ്പിൾ. 1964 ഇപ്പോൾ ഒരു ഗ്രാം സ്വർണ്ണത്തിന് 1964 ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 6 രൂപ 23 പൈസയായിരുന്നു. 1964 ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 രൂപ 23 പൈസ. അപ്പോൾ എന്താണ്, ഒരു പവൻ്റെ വില ഒരു 50 രൂപയുള്ളായിരുന്നു. 50 രൂപയ്ക്ക് 1964 24 ക്യാരറ്റ് സ്വർണം കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നൊരു ഗ്രാം വാങ്ങണമെങ്കിൽ 8000, അതായത് ഇപ്പോൾ 3/2/2025 പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്താണ്, ഒരു 8500 രൂപയ്ക്കകത്താണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പ്രൈസിന് 1964 എത്ര പവൻ മേടിക്കായിരുന്നു? ഇന്നൊരു പവൻ വാങ്ങണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 70-75 രൂപ, 75,000 റുപ്പീസോളം വേണം ഒരു പവൻ അല്ലേ ഗോൾഡ് വാങ്ങണമെങ്കിൽ. അപ്പോൾ അത്ര ഒരു ചേഞ്ച് വന്നു. എല്ലാ സാധനങ്ങൾക്കും എന്താണ്, പ്രൈസുകൾക്ക് അതിൻ്റെ വേരിയബിൾസിന് ചേഞ്ച് വരാറുണ്ട്. ഇങ്ങനെ വേരിയബിൾസിന് ഓവർ എ പീരിയഡ് ചേഞ്ച് വരുന്നതിന് നമ്മളൊരു സിംഗിൾ റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ആവറേജ് മെത്തേഡാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. അതായത് വേരിയബിൾസിൻ്റെ വാല്യൂസിന് എന്ത് വരും, ഓവർ എ പീരിയഡ് ഓഫ് ടൈമിലോ അല്ലെങ്കിൽ 2 വ്യത്യസ്ത സമയങ്ങളിൽ ടൈം മാറുമ്പം എന്താണ്, അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂസിന് ചേഞ്ച് വരും. അതല്ലെങ്കിൽ പ്ലേസസിന് വരും അല്ലേ. അമേരിക്കയിലെ ഒരു സാധനത്തിൻ്റെ പ്രൈസ് അല്ലായിരിക്കും ഇന്ത്യയിൽ. അങ്ങനെ പ്ലേസ് അനുസരിച്ച്, ടൈം അനുസരിച്ചൊക്കെ എന്താണ്, വേരിയബിൾസിൻ്റെ വാല്യൂവിന് ചേഞ്ച് വരും. ഈ ചേഞ്ചിനെ നമ്മൾ മെഷർ ചെയ്ത് ഒരു സിംഗിൾ റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ടൈം ബേസിസ് മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് ഗുഡ്സുകളുടെ, നമ്മുടെ സാധനങ്ങളുടെയൊക്കെ പ്രൈസ് 1964 2012 വന്ന ആ ഒരു ചേഞ്ച്, പ്രൈസിന് വരുന്നൊരു ഹൈക്ക് എന്താണ്, നോർമലി പ്രൈസിന് വരുന്ന കാരണം എന്താണ്, ഇൻഫ്ലേഷൻ. അതിനെ നമ്മൾ എന്താണ്, ആ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ ഒരു റേഷ്യോയിൽ, ഒരു പെർസെൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഡെഫിനിഷൻ നോക്കിക്കേ, index numbers is a single ratio, usually in percentage, that measures the combined change of several variables between two different time, places or situations. അതായത് എന്താണ്, ഡിഫറെൻറ്റ് ടൈം സോണിൽ, അതായത് 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വേരിയബിൾസിൻ്റെ വാല്യൂവിന് വരുന്ന ചേഞ്ച്, വേരിയബിൾസിന് വരുന്ന ആ ഒരു ചേഞ്ചിനെ മെഷർ ചെയ്യുന്ന ഒരു ആവറേജ് ആണ് എന്ത്, നമ്മുടെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. നോർമലി പെർസെൻറ്റേജിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ആവറേജസ് പഠിച്ചു, മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ തന്നെയുള്ള ഒരു ആവറേജ് തന്നെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്ന്. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ആവറേജ്, ഒരു ടൈപ്പ് ഓഫ് ആവറേജ് ആണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആവറേജ്, നോർമൽ അല്ല, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആവറേജ് ആണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഏത് ഫോമിലാണ്, പെർസെൻറ്റേജ് ഫോമിലാണ്. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, ടൈം അല്ലെങ്കിൽ ടൈമിലോ പ്ലേസിലോ 2 വേരിയബിൾസിന് വരുന്ന ആ ഒരു വേരിയബിൾസിൻ്റെ വാല്യൂവിന് വരുന്ന ചേഞ്ചിനെ നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സ് പല ടൈപ്പ് ഉണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസിൻ്റെ മെയിൻ പേര് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. അതിൻ്റെ ഒരു ടൈപ്പാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഓക്കെ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ഇൻഡെക്സ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, സെൻസസ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇതൊക്കെ ടൈപ്സ് ഓഫ് ഇൻഡെക്സുകളാണ്. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് എഴുതുക. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞതാണ്, ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റേഷ്യോ ആണ്, യൂഷ്വലി പെർസെൻറ്റേജിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ദാറ്റ് മെഷേഴ്സ് ദ കമ്പൈൻഡ് ചേഞ്ച് ഓഫ് several variables between 2 different time, places or situations. നമുക്ക് ടൈം മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളൂ. പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ്, നമുക്ക് പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് പ്രൈസിന് വരുന്ന ചേഞ്ച്. നമുക്ക് എന്താ കണ്ടുപിടിക്കുക, നമുക്ക് പഠിക്കാനുള്ളത് പ്രൈസ്. നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. നമുക്ക് പ്രൈസിന് വരുന്ന ചേഞ്ചസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രൈസിന് വരുന്ന ചേഞ്ചസ് പഠിക്കുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഒരു ടൈപ്പാണ്. ഹോൾസെയിൽ, അതായത് നമ്മളിപ്പം ഗുഡ്സ് വിൽക്കുന്ന, നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചില്ലേ, ഗുഡ്സ് വിൽക്കുന്ന എങ്ങനെയാണ്, ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട് അല്ലേ. ഹോൾസെയിൽ അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രോഡക്ട്സുകളുടെ ഹോൾസെയിൽ പ്രൈസിന് വരുന്ന ചേഞ്ചിനെ മാർക്കറ്റിലെ ജനറൽ പ്രൈസിന് വരുന്ന ചേഞ്ചിനെയാണ് ഇവിടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വഴി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The wholesale price index numbers reflect the general price level for a group of items taken as a whole. അതായത് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ ഒരുമിച്ച് എടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിന് മാർക്കറ്റിൽ വരുന്ന ചേഞ്ച്, അവരുടെ പ്രൈസിന് വരുന്ന ചേഞ്ചിനെ കാൽക്കുലേറ്റ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് മെത്തേഡാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ.
In India, it is most popular price index used in business industry and policy market. MCQ question ആണ്. ഇന്ത്യയിലെ ബിസിനസ് ഇൻഡസ്ട്രികളിലും പോളിസി മാർക്കറ്റുകളിലും യൂസ് ചെയ്യുന്ന സെൻസസ് ഇൻഡെക്സ് കാൽക്കുലേഷൻ മെത്തേഡ് ഏതാണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അതായത് മാർക്കറ്റിലെ ജനറൽ പ്രൈസിന് വരുന്ന ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സേഷൻ ആണ് എന്ത്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ജനറലി ടോട്ടലി വരുന്ന ഒരു ചേഞ്ച് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പൊ എന്താ മെഷർ ചെയ്യുന്നത്? ബിസിനസ് ഇൻഡസ്ട്രികളിലും പോളിസി മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. റേറ്റ് ഓഫ് ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാനുള്ള റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് അടുത്ത MCQ. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്താണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ റേറ്റിനെ അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അടുത്തത് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്. മക്കളെ, എന്താണ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? ദ റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് റിഫ്ലക്ട് ദ ജനറൽ ചേഞ്ചസ് ഇൻ റീറ്റെയിൽ പ്രൈസസ് ഓഫ് വേരിയസ് ഐറ്റംസ്. അതായത് ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ഹോൾ പ്രൈസ്, റീറ്റെയിൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ റീറ്റെയിൽ വാല്യൂവിലെ ഗുഡ്സുകളുടെ അല്ലെങ്കിൽ ഫുഡ്, ഹൗസിങ്, ക്ലോത്തിങ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളുടെ ഗുഡ്സുകളുടെ റീറ്റെയിൽ പ്രൈസിന് വരുന്ന ചേഞ്ചിനെ മെഷർ ചെയ്യുന്ന പ്രൈസ് ഇൻഡെക്സ് ആണ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഹോൾസെയിൽ പ്രൈസിന് വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്നതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇന്ത്യയിലെ ബിസിനസ് ഇൻഡസ്ട്രികളിലും അതുപോലെ പോളിസി മാർക്കറ്റുകളിലും യൂസ് ചെയ്യുന്ന ഇൻഡെക്സേഷൻ ആണ് എന്ത്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് എന്ത്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. റീറ്റെയിൽ പ്രൈസുകൾക്ക് വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്ന ഇൻഡെക്സേഷൻ ആണ് എന്ത്? റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇന്ത്യയിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ടൈപ്പ് ഓഫ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇത് എന്തിനു യൂസ് ചെയ്യുന്നു? വിച്ച് ഈസ് പ്രൈമറി മെഷർ ഓഫ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻഡെക്സേഷൻ ആണ് എന്ത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഒരു റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ആവറേജസ് എന്നാണ് എവിടെ പഠിക്കുന്നത്? മീൻ മീഡിയൻ മോഡിൽ അതിൽ ആവറേജ് അല്ലേ, അതുപോലെ തന്നെ ഒരു ആവറേജ് ആണ് ഇൻഡെക്സ്. പക്ഷെ കാൽക്കുലേഷൻ ആണ് അവിടെ പറയുന്നതെങ്കിൽ ഇവിടെ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ കേസിൽ കൺസ്ട്രക്ഷൻ ആണ് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം പല മെത്തേഡ് ഉണ്ട്. സിമ്പിൾ ആഗ്രിഗേറ്റ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ്, വെയ്റ്റഡ്, അതൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ മെത്തേഡ് കാൽക്കുലേഷൻ ആണ് നിങ്ങൾക്ക് എക്സാമിന് കൂടുതലും ചോദിക്കുന്നത്. കാൽക്കുലേഷനിലേക്ക് പോവാം. എന്താ മക്കളെ സിമ്പിൾ ആഗ്രിഗേറ്റ് മെത്തേഡ്? സിമ്പിൾ ആഗ്രിഗേറ്റ് മെത്തേഡ് ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ടിങ് ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ഷൻ. അതായത് ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചെയ്യുന്നതിനെയാണ് കൺസ്ട്രക്ടിങ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. കൺസ്ട്രക്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് മെഷറിംഗ് എന്നാണ് അർത്ഥം കേട്ടോ. മെഷറിംഗ് ഇൻഡെക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിംപ്ലസ്റ്റ് മെത്തേഡാണ് സിമ്പിൾ ആഗ്രിഗേറ്റ് മെത്തേഡ്. ഇതെങ്ങനെ ചെയ്യുന്നത്? അതായത് ദ ആഗ്രിഗേറ്റ് പ്രൈസ് ഓഫ് ഓൾ സെലക്ടഡ് കമ്മോഡിറ്റീസ്. നമ്മൾ കുറച്ച് കമ്മോഡിറ്റീസിൽ, അതായത് നമ്മൾ ചില ഗുഡ്സ് ABCD എന്ന് പറയുന്ന ഗുഡ്സ് 4 ഗുഡ്സ് എടുത്തു. ഈ 4 ഗുഡ്സിന് 2012 2020 വന്ന പ്രൈസ് ചേഞ്ചസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ 4 ഗുഡ്സിന്റെ പ്രൈസ് എടുക്കും. 2012 2020 പ്രൈസ് എടുത്തിട്ട് അതിന്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ഇയർ ഏതാണ്? 2020. ഇപ്പൊ നമ്മൾ 2020 വിചാരിക്കുക. ആ 20 എന്ത് വിളിക്കും? കറണ്ട് ഇയർ. അതായത് ലേറ്റസ്റ്റ്, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇയറിനെ കറണ്ട് ഇയർ എന്ന് വിളിക്കും. ഏറ്റവും പഴയ ഇയറിനെ എന്ത് വിളിക്കും? ബേസ് ഇയർ. 2012 ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 2012 എന്താണ്? ഒരു ബേസ് ഇയറും 2020 എന്താണ്? കറണ്ട് ഇയർ. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന വർഷമാണ് കറണ്ട് ഇയർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വർഷം, ആ വർഷത്തെ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 2020 കറണ്ട് ഇയർ. ഏത് വർഷമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? 2012 കമ്പയർ ചെയ്യുന്നത്. അപ്പം 2012 എന്താണ്? ബേസ് ഇയർ ആണ്. കറണ്ട് ഇയറും ബേസ് ഇയറും ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ചിലപ്പം ഡയറക്റ്റ് തരും, അല്ലെങ്കിൽ ഏറ്റവും പുതിയ വർഷം കറണ്ട്, ഏറ്റവും പഴയ വർഷം
ബേസ് ഇയർ. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഇയറിലെ നമ്മളിപ്പോൾ ABCD എന്ന് പറയുന്ന കമ്മോഡിറ്റീസ് ഉണ്ട്, ഇവരുടെ കറണ്ട് ഇയർ പ്രൈസ്, അതായത് 2020 പ്രൈസ് എല്ലാം എടുത്തിട്ട് അത് ടോട്ടൽ ചെയ്യുക ഡിവൈഡഡ് ബൈ 2012 ഈ ഗുഡ്സിൻ്റെ എല്ലാവരുടെ പ്രൈസിൻ്റെ ടോട്ടൽ. അതായത് ABCD എന്ന് പറയുന്ന 4 ഗുഡ്സ് ഉണ്ട്, ഇവരുടെ 2012 പ്രൈസും ഉണ്ട് 2020 പ്രൈസും ഉണ്ട്. അവരുടെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, 2020 അതായത് കറണ്ട് ഇയറിലെ ഈ 4 ഗുഡ്സിൻ്റെ പ്രൈസ് കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലെ ഈ 4 ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ ടോട്ടൽ ഇൻറ്റു 100 ചെയ്യും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സിമ്പിൾ ആഗ്രിഗേറ്റ് മെത്തേഡ് അനുസരിച്ച് ഇൻഡെക്സ് കിട്ടും. ഓക്കെ, എന്താണ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, the aggregate prices of all selected commodities in the current year are divided by aggregate prices in the base year and multiplied by 100 to get the index. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ എന്താണ് പറഞ്ഞത്, ബേസ് ഇയർ ഉണ്ട്, ബേസ് ഇയർ ഏറ്റവും പഴയ ഇയർ, അതിനെ P0 എന്ന് വിളിക്കും. പിന്നെ കറണ്ട് ഇയർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇയർ, അതിനെ P1 എന്ന് വിളിക്കും. ഓക്കെ, 0 ചേർത്ത് പറയുന്നതാണ് P0, 0 ചേർത്ത് പറയുന്നത് ബേസും 1 ചേർത്ത് പറയുന്നത് കറണ്ട് ഇയറും. അപ്പം ക്വാണ്ടിറ്റി ആണെങ്കിൽ Q0 Q1. ഓക്കെ, അപ്പോൾ എന്താണ് ബേസ് ഇയറിലെ പ്രൈസിൻ്റെ ടോട്ടൽ അത് ഡിനോമിനേറ്റർ എടുക്കും, എന്താണ് സിഗ്മ PO. ദെൻ കറണ്ട് ഇയറിലെ പ്രൈസിൻ്റെ ടോട്ടൽ സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. പ്രൈസ് ഇൻഡെക്സ് ഓഫ് കറണ്ട് ഇയർ കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ P1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് ഇയർ പ്രൈസ് ഓഫ് ഓൾ ദ കമ്മോഡിറ്റീസ്, P0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ബേസ് ഇയർ പ്രൈസ് ഓഫ് ഓൾ ദ കമ്മോഡിറ്റീസ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ABCD എന്ന് പറയുന്ന 4 ഗുഡ്സ് ഉണ്ട്, 2012 2014 അവരുടെ പ്രൈസസ് തന്നിട്ടുണ്ട്. അപ്പം 2012 എന്താണ്, P0 അല്ലെങ്കിൽ ബേസ് ഇയർ, 2012 P1 അല്ലെങ്കിൽ കറണ്ട് ഇയർ. ഓക്കെ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇക്വേഷൻ ആണ് സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. അതായത് കറണ്ട് ഇയറിലെ പ്രൈസിൻ്റെ ടോട്ടൽ 40 + 60 + 20 + 30 150 അല്ലേ, 40 60 100 100 120 130 150 ഡിവൈഡഡ് ബൈ 55 + 80 135 + 40 175 + 125 225 ഇൻറ്റു 100. മനസ്സിലായി എങ്ങനെ ചെയ്യുന്നത്, P0 അതായത് ബേസ് ഇയറിലെ തിരിഞ്ഞു പോയി 2012 അത് ബേസ് ഇയറിലെ ടോട്ടൽ എത്രയാണ്, 150. കറണ്ട് ഇയറിലെ പ്രൈസ് ബേസ് ഇയർ 2012 എല്ലാ പ്രൈസൂടെ കൂട്ടുക, അത് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക സിഗ്മ P0. കറണ്ട് ഇയറിലാണ് കൂട്ടുക, അതിൻ്റെ ടോട്ടൽ ന്യൂമറേറ്റർ അല്ലെങ്കിൽ സിഗ്മ P1 അല്ലേ, 225 ഇൻറ്റു 100 ഇൻറ്റു 100 0 കട്ടായി, ദെൻ 2000/50. കാൽക്കുലേറ്റർ എന്ന് ചെയ്തേ, എത്രയാണ് ആൻസർ കിട്ടുന്നത്, 2250 ഡിവൈഡ് ബൈ 15 150%. അതായത് 2012 2014 ആയപ്പോൾ ഈ 4 കമ്മോഡിറ്റിയുടെയും പ്രൈസസിൽ 150 ചേഞ്ച് വന്നു, 150% ചേഞ്ച് ആണ് ഉണ്ടായത്, 150% ചേഞ്ച് അവരുടെ പ്രൈസിന് വന്നു എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അടുത്ത മെത്തേഡ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. ഏതാണെന്ന് ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യൻ മെത്തേഡ് പറയും, മെത്തേഡ് അനുസരിച്ച് ചെയ്യാം കേട്ടോ. സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്സ്, സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്. ഇവിടെ പ്രൈസ് റിലേറ്റീവ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ആണ് ചെയ്യുന്നത്. ദി ഇൻഡെക്സ് ഈസ് ആൻ ഇംപ്രൂവ്മെന്റ് ഓവർ സിമ്പിൾ ആഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ്. നേരത്തെ ചെയ്ത സിമ്പിൾ ആഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് മെത്തേഡിലെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ആ ലിമിറ്റേഷൻസിനെ ഒഴിവാക്കിയ ഒരു ഇംപ്രൂവ്ഡ് മെത്തേഡാണ് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. A price relative is a percentage ratio between the price of a commodity in the current year and the base year. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, പ്രൈസ് റിലേറ്റീവ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ കണ്ടുപിടിക്കണം. പ്രൈസ് റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇയർ ഡിവൈഡഡ് ബൈ എന്താണ് ബേസ് ഇയർ, കറണ്ട് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100 ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100 എല്ലാം ഓരോന്നിനും ചെയ്യുക. എ എന്ന് പറയുന്ന ഗുഡ്സ്, ബി എന്ന് പറയുന്ന ഗുഡ്സ്, സി, ഡി ഇവരുടെ എല്ലാം കറണ്ട് ഇയർ പ്രൈസും ഉണ്ട്, ബേസ് ഇയർ പ്രൈസും ഉണ്ട്. ഇതിനെന്ത് ചെയ്യണം, ഓരോന്നിനെയും P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 കൊണ്ട് ചെയ്യുക. ഓരോന്നിനും P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 ചെയ്യുക. ഓരോ ഫിഗേഴ്സ് കിട്ടുമല്ലോ, അവരുടെ ടോട്ടലിനെ ഡിവൈഡഡ് ബൈ എൻ, എത്ര ഗുഡ്സ് ഉണ്ടോ ഡിവൈഡഡ് ബൈ എൻ വെച്ച് ചെയ്യുക. നേരത്തെ പോലെ അല്ല. ഒരു പ്രോബ്ലം ചെയ്ത് കാണിക്കാം. ഇക്വേഷൻ ഇതാണ്,
ഇക്വേഷൻ എന്താണ്? സിഗ്മ P1 P0 into 100. P1 divided by P0 into 100 സിഗ്മ ഡിവൈഡഡ് ബൈ n ആണ് ചെയ്യുന്നത്. അതായത് എ ബി സി ഡി എന്ന് പറയുന്ന ഗുഡ്സ് ഉണ്ട്. എ ബി സി ഡി ഇ എന്ന് പറയുന്ന ഗുഡ്സ് ഉണ്ട്. ഇവരുടെ പ്രൈസ് റിലേറ്റീവ് ഫസ്റ്റ് കണ്ടുപിടിക്കണം. എ ബി സി ഡി എന്ന് പറയുന്ന ഗുഡ്സ് ഇവരുടെ പ്രൈസ് റിലേറ്റീവ്സ് ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. എയുടെ പ്രൈസ് റിലേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ബേസ് ഇയർ പ്രൈസ് ആണ്, അല്ലെങ്കിൽ P0 ആണ് എന്താ 2012 പ്രൈസ്. ഓക്കെ, കറണ്ട് ഇയറുടെ പ്രൈസ് അതാണ് P1. ഇക്വേഷൻ എങ്ങനെയാണ്? P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100. P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100. എ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ കറണ്ട് ഇയറിലെ പ്രൈസ് 80 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. 80 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. കാൽക്കുലേറ്റർ പരീക്ഷയ്ക്ക് മറക്കാതെ കൊണ്ടുപോകണേ. എൻ്റെ കയ്യിൽ കാൽക്കുലേറ്ററില്ല, എൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നു. 80 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 60, 0 വെച്ച് കട്ട് ചെയ്താലും കിട്ടും കേട്ടോ. 80 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 6, ദാറ്റ് ഈസ് 133.3. 133.3. എ എന്ന് പറയുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് റിലേറ്റീവ് എങ്ങനെയാണ്? P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100 ചെയ്യുമ്പം 80 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 100 133.3. ബി എന്ന് പറയുന്ന ഗുഡ്സിൻ്റെത് 70 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100. 70 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100, ദറ്റ് ഈസ് 140 എന്ന് കിട്ടും. 140. സിയുടെ ഏതോ 90 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. 90 ഡിവൈഡ് ബൈ 100 100 വെട്ടിപ്പോവും, എന്നാലും കാൽക്കുലേറ്റർ ജസ്റ്റ് ചെയ്തേക്കുക. 90. ഡിയുടെയോ 115 ഡിവൈഡ് ബൈ 105 ഇൻറ്റു 100. 115 ഡിവൈഡ് ബൈ 105 ഇൻറ്റു 100. 115 ഡിവൈഡ് ബൈ 105 ഇൻറ്റു 100. ഇറ്റ് ഈസ് 109.5. ഇയുടെ വരുമ്പം 20 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100. 20 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100, ദറ്റ് ഈസ് 80%. ഓക്കെ, 4 കിട്ടി. ഇവരുടെ ടോട്ടൽ കാണുക. ഇക്വേഷൻ എന്താണ്? സിഗ്മ ഓഫ് P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100 ഡിവൈഡ് ബൈ n. ഈ എല്ലാത്തിൻ്റെയും ഈ ഒരു റിലേറ്റീവ് പ്രൈസിൻ്റെ എല്ലാം ടോട്ടൽ കാണുക. 133.3 പ്ലസ് 140 പ്ലസ് 90 പ്ലസ് 109.5 പ്ലസ് 80 552.8 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. n 5 110.56. കാൽക്കുലേഷൻ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് 80 ഡിവൈഡഡ് ബൈ 60, then 70 divided by 50, 90 divided by 100, 115 divided by 105, 20 divided by 25. ഓക്കെ, മനസ്സിലായോ? എങ്ങനെ ചെയ്യണം? ഫസ്റ്റ് പ്രൈസ് റിലേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ? പ്രൈസ് റിലേറ്റീവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് റിലേറ്റീവ്സ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100 ചെയ്യുക. അതായത് കറണ്ട് ഇയറിലെ പ്രൈസിനെ ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100 ചെയ്യുക. ഇൻറ്റു 100 ചെയ്യുക. കറണ്ട് ഇയർ പ്രൈസ് 80 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. അടുത്ത 70 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100. 90 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. 115 ഡിവൈഡ് ബൈ 105 ഇൻറ്റു 100. 20 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100. ഇങ്ങനെ ഓരോന്നും ചെയ്ത് കണ്ടുപിടിക്കുക. അടുത്തത് ഇത്രയും നേരം നമ്മൾ എടുത്ത ഗുഡ്സിൻ്റെ പ്രൈസ് മാത്രമേ എടുത്തുള്ളൂ. ഒന്ന് ആലോചിക്കുക. A B C D എന്ന് പറഞ്ഞ ഗുഡ്സ്, ഒന്ന് ഗോൾഡ്, ഒന്ന് ഫുഡ് ഐറ്റം, ഒന്ന് ക്ലോത്തിങ്. ഇവരുടെ എല്ലാം പ്രൈസിന് വ്യത്യാസം വരാം, ഇവരുടെ എല്ലാം വെയിറ്റിങ്ങിന് വ്യത്യാസം വരാം. അപ്പം നമ്മൾ ഗുഡ്സിൻ്റെ പ്രൈസ് തമ്മിൽ കമ്പയർ ചെയ്തെങ്കിൽ ഗുഡ്സുകൾക്ക് പലതും പല വാല്യൂ ഉള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വെയിറ്റ് കൂടി എടുക്കണം. അവരുടെ വെയിറ്റ് കൂടി എടുത്തിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പം പ്രൈസ് മാത്രമല്ല, വെയിറ്റ് കൂടി എടുക്കണം. ഇത്രയും നേരം നമ്മൾ അൺവെയ്റ്റഡ് ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അത് വെയിറ്റിനെ കൺസിഡർ ചെയ്തില്ല, ഗുഡ്സുകളുടെ ക്വാണ്ടിറ്റീനെ കൺസിഡർ ചെയ്തില്ല, പ്രൈസിനെ മാത്രം എടുത്തു. ഇനി നമ്മൾ പ്രൈസിനെയും ക്വാണ്ടിറ്റിയെയും ചെയ്ത് വെയ്റ്റഡ് മെത്തേഡുകളിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. വെയ്റ്റഡ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് വെയ്റ്റഡ് ആഗ്രിഗേറ്റ് മെത്തേഡ് എടുത്താൽ മതി. നമുക്ക് എന്ത് പഠിക്കണ്ട? നമുക്ക് വെയ്റ്റഡ് ആഗ്രിഗേറ്റ് മെത്തേഡേ ഉള്ളൂ. വെയ്റ്റഡ് ആവറേജ് പ്രൈസ്
റിലേറ്റീവ് നമുക്കില്ല. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ്സ് നമുക്കില്ല. നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് ചെയ്യാനായിട്ട് ഇല്ല. ഓക്കെ, വെയ്റ്റഡ് ആഗ്രിഗേറ്റ് മെത്തേഡ് അനുസരിച്ച് 3 എണ്ണം ഉണ്ട്. ലാസ്പിയേഴ്സ് മെത്തേഡ്, പാസ്കേസ് മെത്തേഡ്, ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്. 3 മെത്തേഡാണ് ഉള്ളത്. ഫസ്റ്റ് മെത്തേഡ് ലാസ്പിയേഴ്സ് മെത്തേഡ്. 1987 ലാസ്പിയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സുകാരൻ എന്ത് ചെയ്തു? ഒരു മെത്തേഡ് വെയിറ്റ് അനുസരിച്ച് ഒരു വെയ്റ്റഡ് ആഗ്രിഗേറ്റ് ഇൻഡെക്സ് മെത്തേഡ് കണ്ടുപിടിച്ചതാണ് ഇത്. ഈ മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്ത് എടുക്കുന്നു? നമ്മൾ വെയിറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നു. വെയിറ്റ് അപ്പം പ്രൈസ് വെയിറ്റ് എടുക്കുന്ന ക്വാണ്ടിറ്റി ക്യൂ എടുക്കുന്നു. ബേസ് പ്രൈസ് P0, ബേസ് ക്വാണ്ടിറ്റി Q0. ഓക്കെ, കറണ്ട് പ്രൈസ് P1, ബേസ് കറണ്ട് ക്വാണ്ടിറ്റി Q1. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കണേ. P0 Q0 എന്താണ്? ബേസും P1 Q1 കറണ്ടുമാണ്. ഇവിടെ എന്ത് എടുക്കുന്നുള്ളൂ? നമ്മൾ P1 എടുത്തു, P0 എടുത്തു. അതെല്ലായിടത്തും എടുത്തില്ലേ? അതായത് കറണ്ട് ഇയർ പ്രൈസും വേണം, ബേസ് ഇയർ പ്രൈസും വേണം. പ്രൈസിന് വരുന്ന ചേഞ്ച് അല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പം കറണ്ട് ഇയർ പ്രൈസും വേണം, ബേസ് ഇയർ പ്രൈസും വേണം. പക്ഷെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഇത് ഇവിടെ എന്തെടുക്കുന്നത്? വെയ്റ്റഡ് മെത്തേഡ് ആണ് അല്ലേ? വെയിറ്റ് എടുക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. ഏത് ക്വാണ്ടിറ്റിയാണ് ലാസ്പിയേഴ്സ് മെത്തേഡ് അനുസരിച്ച് എടുക്കുന്നത്? ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി, അതായത് Q0. ബേസ് ഇയറിലെ പ്രൈസ്, കറണ്ട് ഇയറിലെ പ്രൈസ് എടുക്കുന്നു, ബേസ് ഇയറിലെ പ്രൈസ് എടുക്കുന്നു, കൂടാതെ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി എടുക്കുന്നത്. ബേസ് ഇയർ ക്വാണ്ടിറ്റി അനുസരിച്ച്, അതായത് ഏത് വർഷമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ആ വർഷത്തെ ക്വാണ്ടിറ്റിയുമായിട്ട് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നു. ഇക്വേഷൻ എന്താണ്? സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0. നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 × 100 ആണെങ്കിൽ ഈ P1ന്റെ കൂടെ Q0 മൾട്ടിപ്ലൈ ചെയ്യുന്നു, P0 Q0 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ബേസ് ഇയർ ക്വാണ്ടിറ്റിയുമായിട്ട് കറണ്ട് ഇയർ പ്രൈസിനെയും ബേസ് ഇയർ പ്രൈസിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ആഗ്രിഗേറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ലാസ്പിയേഴ്സ് മെത്തേഡ് അനുസരിച്ച് ബേസ് ഇയർ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നു. Q0 ആണ് എടുക്കുന്നത്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യനിൽ 2012ലെയും 2013ലെയും ABCD 4 ഗുഡ്സിന്റെ പ്രൈസ് തന്നിട്ടുണ്ട്. പ്രൈസ് P0 P1 ഉണ്ട്, കൂടാതെ Q ഉണ്ട്. 2012ലെ ക്വാണ്ടിറ്റിയും 2013ലെ ക്വാണ്ടിറ്റിയും ഉണ്ട്. നമുക്ക് ഏത് മെത്തേഡ് അനുസരിച്ച് ചെയ്യേണ്ടത്? ലാസ്പിയേഴ്സ് മെത്തേഡ് അനുസരിച്ച്. ലാസ്പിയേഴ്സ് മെത്തേഡ് കേൾക്കുമ്പോഴേ ഓർത്തണം Q0 മതി. തെറ്റിക്കാനായിട്ട് Q1 തരും. Q1 എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് Q0 മാത്രം മതി. നമുക്ക് എന്ത് മാത്രം മതി? Q0 മാത്രം മതി. ഓക്കെ, അപ്പം നമ്മുടെ എന്ത് വേണ്ട? Q1 നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒരു ടേബിൾ വരയ്ക്കുക. എന്താണ്? ഫസ്റ്റ് വേണ്ടതാണ് P1. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 × 100 ആണ് വരുന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? P1 Q0 കണ്ടുപിടിക്കണം, P0 Q0 കണ്ടുപിടിക്കണം. അവരുടെ ടോട്ടലാണ് വേണ്ടത്. അവരുടെ ടോട്ടലിന് അല്ലെങ്കിൽ ആഗ്രിഗേറ്റ് വാല്യൂ ആണ് വേണ്ടത്. ABCD 4 ഗുഡ്സിൻ്റെ വേണം. ഓക്കെ, P1 × Q0, അതായത് ഈ P1 × Q0 ചെയ്യുക. ഓക്കെ, 2013ലെ പ്രൈസും 2012ലെ ക്വാണ്ടിറ്റി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 40 × 80, 40 × 8 എത്ര? 40 × 8 വരുമ്പോൾ 320. അടുത്തത് 10 × 60, 600 അല്ലേ? 10 × 60. സിയുടെ വരുമ്പം 15 × 50, 15 30 30 60 70 750 അല്ലേ? 30 30 60 750. അടുത്ത 20 × 15, 20 × 15 300. ഓക്കെ, അത് കിട്ടിയേ? അതിൻ്റെ ടോട്ടൽ കാണുക. 320, 320, 600, ടോട്ടൽ 920, 750 കൂട്ടുമ്പോൾ 97 60 300 1970. ഓക്കെ, 1970 എന്താണ്? സിഗ്മ P1 Q0. അടുത്ത P0 × Q0 ചെയ്യണം. ബേസ് ഇയറിലെ പ്രൈസിനെയും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 20 × 8 160, 20 × 8 160, 50 × 10 50 × 10 500, 40 × 15 600, 15 15 30 30 30 60. ഓക്കെ, 20 × 20 400. അവരുടെ ടോട്ടൽ വരുമ്പം 160 + 500 660 + 600
1260, 400, 1660. നോക്കിക്കേ, ഫസ്റ്റത്തെ 20 × 8, 8 × 16, 160, 50 × 10, 500, 40 × 15, 600, 20 × 4, 1000, 1500, 1660. ഓക്കെ, കറക്റ്റ്. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷനിലോട്ട് കൊടുക്കുക. ഇക്വേഷനിലോട്ട് കൊടുത്തേ, ഫസ്റ്റ് സിഗ്മ P1 ഡിവൈഡ് ബൈ P1 Q0. P1 Q0 ടോട്ടൽ 1970 ഡിവൈഡഡ് ബൈ P0 Q0 ടോട്ടൽ. P0 Q0 ടോട്ടൽ എത്രയാണ്? P0 Q0 ടോട്ടൽ 1660 ഇൻറ്റു 100. ചെയ്ത് നോക്കിക്കേ, കാൽക്കുലേറ്റർ എടുക്കൂ. 1970 ഡിവൈഡ് ബൈ 1660 ഇൻറ്റു 100. 118.67%. 118.67%. മനസ്സിലായോ? എന്താ ഇക്വേഷൻ? ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് പിയേഴ്സ് മെത്തേഡ് അനുസരിച്ച് ബേസ് ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. ഫസ്റ്റ് എന്താണ്? സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0. കറണ്ട് ഇയറിലെ പ്രൈസിനെ ബേസ് ഇയർ ക്വാണ്ടിറ്റിയോട് മൾട്ടിപ്ലൈ ചെയ്യുക, അവരുടെ എല്ലാം ടോട്ടൽ കാണുക. ദെൻ കറണ്ട് ഇയർ ബേസ് ഇയർ പ്രൈസിനെ ബേസ് ഇയർ ക്വാണ്ടിറ്റിയോട് മൾട്ടിപ്ലൈ ചെയ്യുക, അവരുടെ എല്ലാം ടോട്ടൽ കാണുക. ജസ്റ്റ് ഇക്വേഷനിലോട്ട് എടുത്തിടുക, ചെയ്യുക. പാസ്കേഴ്സ് മെത്തേഡ്. അപ്പോൾ ലാസ്റ്റ് പിയേഴ്സ് മെത്തേഡ് അനുസരിച്ച് ഏത് ക്വാണ്ടിറ്റി എടുത്തു? ബേസ് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മുടെ അടുത്ത പാസ്കേ വന്നിട്ട് ഏത് ക്വാണ്ടിറ്റി എടുത്തു? കറണ്ട് ഇയർ ക്വാണ്ടിറ്റി എടുത്തത്, അതായത് Q1 ആണ്. സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ ലാസ്റ്റ് പിയേഴ്സ് മെത്തേഡ് അനുസരിച്ച് ഏത് വരുന്നു? ബേസ് ഇയർ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ പാസ്കേഴ്സ് മെത്തേഡ് അനുസരിച്ച് കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. 1974 ജർമ്മൻ സ്റ്റാറ്റിസ്റ്റീഷ്യനായ പാസ്കെ ആണ് ഈ ഒരു മെത്തേഡ് കൺസ്ട്രക്ട് ചെയ്തത്. അതായത് കറണ്ട് ഇയർ വാല്യൂ അനുസരിച്ച് ചെയ്യുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. ഓക്കെ, ഇത് ചെയ്ത് ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? P1 × Q1 ചെയ്യുക. ഈ P1 ഐറ്റംസിനെ Q1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ P0 ഐറ്റംസും Q1, P0യും Q1 മൾട്ടിപ്ലൈ ചെയ്യുക. P0യും Q1 മൾട്ടിപ്ലൈ ചെയ്യുക. അവരുടെ രണ്ടുപേരും ടോട്ടൽ കാണുക, ഇക്വേഷനിലോട്ട് ഇടുക. സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, മറ്റേത് യാതൊരു വ്യത്യാസവും ഇല്ല, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാത്തത്. ജസ്റ്റ് Q0ക്ക് പകരം Q1 ചെയ്യുന്നു എന്ന് മാത്രം. ഫിഷേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് മെത്തേഡ്, ലാസ്റ്റ് പിയേഴ്സ് മെത്തേഡും പാസ്കേ മെത്തേഡും കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന രീതിയാണ് എൻ്റെ ഫിഷേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഫിഷേഴ്സ് മെത്തേഡ് ഒരു കമ്പൈൻഡ് മെത്തേഡ്, ലാസ്റ്റ് പിയേഴ്സ് മെത്തേഡും അതുപോലെ തന്നെ പാസ്കേസ് മെത്തേഡിൻ്റെ ഒരു കമ്പൈൻഡ് ഫോമാണ്. ഇക്വേഷൻ വരുമ്പം റൂട്ട് ഓഫ് ഫസ്റ്റ് എന്തെടുക്കണം? ലാസ്റ്റ് പിയേഴ്സ് മെത്തേഡിൻ്റെ ഇക്വേഷൻ സിഗ്മ P1 Q0 ഇൻറ്റു സിഗ്മ P0 Q0 ഇൻറ്റു 100 എടുക്കുന്നില്ല. റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു, ഇനിയും നമ്മുടെ അടുത്ത മെത്തേഡ് ഏതാണ്? പാസ്കേ മെത്തേഡ്. സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ഇത് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യുന്നു? സിഗ്മ P1 Q0 സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ചെയ്യുക. ഇതേതാണ് ലാസ്റ്റ് പേ മെത്തേഡ് ഇക്വേഷനും ഇത് പാസ്കേ മെത്തേഡ് ഇക്വേഷൻ. അവർ രണ്ടുപേരും ആൻസറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുടെ റൂട്ടിനെ കണ്ടുപിടിച്ചിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സാമിന് വേണമെങ്കിൽ 5 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ലാസ്റ്റ് പിയേഴ്സ് മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ആൻസർ കിട്ടിയേ. പാസ്കേസ് മെത്തേഡ് അനുസരിച്ച് ചെയ്യുക. ഒരു ആൻസർ കിട്ടിയേ. ഫിഷേഴ്സ് മെത്തേഡ് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ നിൽക്കേണ്ട. ലാസ്റ്റ് പിയേഴ്സ് മെത്തേഡിൻ്റെ ആൻസർ ഇൻറ്റു പാസ്കേ മെത്തേഡ് ചെയ്യുക. ലാസ്റ്റ് പിയേഴ്സ് ഇൻറ്റു പാസ്കേ ചെയ്തിട്ട് അവരുടെ റൂട്ട് കാണുക. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫിഷേഴ്സ് മെത്തേഡ് അനുസരിച്ചുള്ള ആൻസറും കിട്ടും. ഓക്കെ, അടുത്തത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. നമ്മൾ പറഞ്ഞു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട് അല്ലേ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണ് മെഷർ ചെയ്യുന്നത്? മെഷേഴ്സ് ദ ചേഞ്ച് ഇൻ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ഓർ അക്വയർഡ് ബൈ ഹൗസ് ഹോൾഡ് ടു സാറ്റിസ്ഫൈ ദെയർ ഓൺ നീഡ്സ് ആൻഡ് വോൺസ്. ഹൗസ് ഹോൾഡ് ഒരു എക്കണോമിയിൽ ഹൗസ് ഹോൾഡ് അവരുടെ നീഡ്സ് ആൻഡ് വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്
പർച്ചേസ് ചെയ്യുകയോ അക്യൂർ ചെയ്യുകയോ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസിന് വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്ന ഇൻഡെക്സേഷനാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഹൗസ് അവരുടെ നീഡ്സ് ആൻഡ് വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യുകയോ അക്യൂർ ചെയ്യുകയോ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസിന് വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഡെഫിനിഷൻ നോക്കിക്കേ, ഈസി അല്ലേ? എക്സാമിന് ചോദിക്കും. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ചാണ് കോസ്റ്റ് ഓഫ് ലിവിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 മെത്തേഡിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് മെത്തേഡ് അറിഞ്ഞാൽ മതി, ചെയ്യാനായിട്ടില്ല. ആഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡും ഫാമിലി ബഡ്ജറ്റ് മെത്തേഡും. ഫാമിലി മെത്തേഡും നമ്മുടെ ലാസ്പിയസ് മെത്തേഡിനെയാണ് ആഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റിലേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നു. പ്രൈസ് റിലേറ്റീവ് കണ്ടുപിടിക്കുന്നു. അത് നമ്മൾ പഠിച്ചതല്ലേ, എയുടെ സിമ്പിൾ ആഗ്രിഗേറ്റ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് അനുസരിച്ച്. ദെൻ വെയിറ്റ് കണ്ടുപിടിക്കുന്നു. P0 × Q0 വെച്ച് ചെയ്ത് വെയിറ്റ് കണ്ടുപിടിക്കുന്നു. ദെൻ സിഗ്മ ഓഫ് RW ഡിവൈഡ് ബൈ സിഗ്മ W × 100 ചെയ്യുന്നു. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി നമുക്ക്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ യൂസസ് എന്തൊക്കെയാണ്? പർച്ചേസിംഗ് പവർ ഓഫ് മണിയുടെ പർച്ചേസിംഗ് പവർ ഓഫ് മണി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നു. ആ ഡിയറൻസ് അലവൻസ് DA, നമ്മളിപ്പം ഗവൺമെന്റ് ജോലിയൊക്കെയാണ് DA കിട്ടും. ഈ DA അതായത് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്തിനു യൂസ് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ലിവിങ് കണ്ടുപിടിക്കാനായിട്ട്. ഒരു രാജ്യത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കണ്ടുപിടിക്കാനായിട്ട്, ആ രാജ്യത്തെ ജീവിക്കാനുള്ള ചിലവ്. നമ്മളിപ്പോൾ ചില കാനഡയിലൊക്കെ പോകുന്നെങ്കിൽ 14 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ആണത്. അപ്പം എന്താണ് ആ കോസ്റ്റ് ഓഫ് ലിവിങ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതനുസരിച്ചാണ് DA ഗവൺമെന്റ് ജീവനക്കാർക്ക് DA കിട്ടുന്നത്. അപ്പോൾ ഈ DA ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ, DA കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നു? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നു. ഗവൺമെന്റ് വേജ് പോളിസി, ഗവൺമെന്റ് ഈ ശമ്പളം പരിഷ്കരണം ചെയ്തില്ലേ? ശമ്പളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തില്ലേ? കൂട്ടാറില്ലേ? അതെല്ലാം ഈ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റ് പ്രൈസിംഗ് പോളിസീസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഇതിന്റെ ഒരു ബേസിസിലാണ്. പ്രൈസ് ഡിഫ്ലേറ്റർ ഓഫ് ഇൻകം ആയിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റീറ്റെയിൽ മാർക്കറ്റിലെ പ്രൈസ് മൂവ്മെന്റിന്റെ ഒരു ഇൻഡിക്കേറ്ററായും CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നു. അടുത്തത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. എന്താണ് മക്കളെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്? ഇറ്റ് മെഷേഴ്സ് ദ റിലേറ്റീവ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ട്രേഡഡ് ഇൻ ഹോൾസെയിൽ മാർക്കറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ഹോൾസെയിൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഗുഡ്സുകളുടെ പ്രൈസിന് വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്നതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ജനറൽ പ്രൈസ് ലെവലാണ് ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞാണ്. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഡിയറൻസ് അലവൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. എക്കണോമിയിലെ ചേഞ്ചസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും എന്ത് യൂസ് ചെയ്യുന്നു? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നു. സെൻസസ് എന്താണ് സെൻസസ്? സെൻസസ് പറഞ്ഞാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പെർഫോമൻസ്, ഷെയർസിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സേഷൻ ആണ് സെൻസസ് എന്ന് പറഞ്ഞാൽ. എവിടെ യൂസ് ചെയ്യുന്നതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSEയിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സേഷൻ മെത്തേഡാണ് സെൻസസ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് യൂസ് ചെയ്യുന്നത്. വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ള മെയിൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടുത്തെ എന്താണ്? നിഫ്റ്റി. സെൻസസ് ഇടിഞ്ഞു, പോയി കുത്തനെ മറിഞ്ഞു എന്നൊക്കെ പത്രത്തിൽ വാർത്ത വരാറുണ്ട്. സെൻസസ് എന്താണ്? സെൻസസ് എന്ന് പറഞ്ഞാൽ പ്രൈസ്, ഷെയർസിന്റെ പ്രൈസിന് വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഷെയർസിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് ചേഞ്ച് മെഷർ ചെയ്യുന്ന ഇൻഡെക്സേഷൻ ആണ് സെൻസസ് എന്ന് പറഞ്ഞാൽ. സെൻസസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എങ്ങനെയാണ്? 2003 സെപ്റ്റംബർ 1 മുതലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും പെർഫോം ചെയ്യുന്ന 30 കമ്പനിയുടെ ഷെയർസ് എടുക്കത്തുള്ളൂ. കുറേ കമ്പനീസ് ഉണ്ട്, എല്ലാവരും എടുക്കത്തില്ല. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന 30 കമ്പനിയുടെ പ്രൈസിന് വരുന്ന ചേഞ്ച് അനുസരിച്ചാണ് സെൻസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അവിടെ 50 കമ്പനിയാണ് എടുക്കുന്നത്. സെൻസസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡിവൈഡഡ് ബൈ ബേസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻറ്റു ബേസ് ഇൻഡെക്സ് വാല്യൂ. ഇതാണ് ഇക്വേഷൻ. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി.
അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അങ്ങനെ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത്രയാണ് പഠിക്കാനായിട്ടുള്ളത്. ഒരു 35 മിനിറ്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുകയോ ചെയ്യുക കേട്ടോ. ചെറിയൊരു ഡിലേ വന്ന് നിങ്ങളുടെ ക്ലാസ് റെക്കോർഡ് ചെയ്യാനായിട്ട്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് 0 to A+ ലൈവ്സ് ഓൾറെഡി 0 to A+ലേക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്തു. ബാച്ചിൽ വരാനായിട്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ.